ആള് ഫ്ലാറ്റിലില്ല. ഞാൻ ബിജുവിനായിട്ട് അന്വേഷിപ്പിച്ചു. അടുത്ത ഫ്ലാറ്റിലെ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ ഒരു കല്യാണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുകൂടിയില്ല. രാത്രി വൈകിയപ്പോഴും പുറത്തു പോകുന്നത് കണ്ടു അത്രേ വാച്ച്മാൻ. നീ വിളിച്ചു നോക്കിയിട്ട്? സ്വിച്ച്ഡ് ഓഫ് അല്ലെങ്കിൽ നോട്ട് റീച്ചബിൾ. എനിക്കറിയില്ല പ്രിയ. ഇനി വല്ല ആക്സിഡന്റോ മറ്റോ? അല്ല, അങ്ങനെയാണെങ്കിൽ അടുത്തുള്ളവരാരെങ്കിലും ഫോൺ എടുക്കാതിരിക്കില്ലല്ലോ. നീ ഒന്നോടൊന്ന് വിളിച്ചു നോക്കി. The number you have called is switched off. Please try again later. ನೀವೀಗ ಕರೆ ಮಾಡಿರುವ ಸಂಖ್ಯೆ ಸದ್ಯಕ್ಕೆ ಸ್ವಿಚ್ಡ್ ಆಫ್ ಆಗಿದೆ. അല്ല മോളെ, ഇനി നിന്റെ ഈ ജയ്മോഹൻ ലാസ്റ്റ് മിനിറ്റിൽ മുങ്ങിയോ? നോ, എൻ്റെ ജയ് അങ്ങനെ ഒരാളല്ല. Then where the hell is he? Good morning, sir. Morning. Your coffee? I didn't order anything. Room boy told me 2 to 5. Listen, I didn't order anything. Samjha? I'm sorry, sir. Good morning, sir. Your coffee? Sir, we got him. കഷ്ടം. ഇപ്പോഴവൻ വരുന്നൊരു വിചാരത്തിലാണ് നീ അല്ലേ? എന്റെ മുഖം വല്ലതും പോറിയിരുന്നെങ്കിൽ നിന്റെ മോന്ത പിച്ചി കയറി ഈ പോട്ടയിലിട്ട് ഞാൻ ഫ്ലഷ് ചെയ്തന്നെ കേട്ടടാ. Well done, Jay. Good job at such short notice. Thank you, sir. Where is he? നീരാട്ട് കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. Victor Rana. Welcome back to India. ക്രിസ്റ്റി, Sir.
ഈ റൂമിലെ റാനയുടെ ബിലോങ്ങിങ്സ് എല്ലാം സീസ് ചെയ്യണം. Yes, sir. ഓക്കെ. Sir, your wedding dress. സർ, മേ ഐ? டேய் சீக்கிரம் போய் ரெடி ஆகடா, மேரேஜுக்கு டைம் ஆச்சு. ഒറ്റമകളെ ലാളിച്ചു വഷളാക്കി ഡോക്ടർ മേനോൻ. ചോദിച്ചെല്ലാം സമ്മതിച്ചു കൊടുത്തു. ഈ കല്യാണമടക്കം. അങ്ങനെയായിപ്പോ എല്ലാവരും ഡാഡിയെ പരിഹസിക്കുന്നത്. ഡാഡി, നീ സ്വയം കണ്ടുപിടിച്ച ആളെ എനിക്കിഷ്ടമായിട്ടൊന്നുമല്ല, പക്ഷെ മോഡ് ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്കും ഉണ്ടായിരുന്നു ചോയ്സസ്. എൻ്റെ ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് റൺ ചെയ്യാൻ കേപ്പബിളായ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ബിസിനസ്മാൻ. ബട്ട് എൻ്റെ മോളുടെ ചോയ്സ് ജയ്മോഹൻ, ഒരു രണ്ടാം കെട്ടുകാരൻ, എ ഡിവോഴ്സി. കുടുംബമില്ല, കൂട്ടുകാരില്ല. പിന്നെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഏതോ ഉണക്ക എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ എക്സിക്യൂട്ടീവ്. I always felt you are making a mistake. A big mistake. ஆமாடா, a very big mistake. மறுபடியும் அதே தப்பு இப்போ ரிப்பீட் பண்ணியிருக்கேன். யுவர் ஃபர்ஸ்ட் ஒய்ஃப் 6 மாசத்தில் டிவோர்ஸ் வாங்கி உன்னை விட்டு போனப்போ ஐ வாஸ் த ஹாப்பியஸ்ட் மேன். அவ்வளோ சந்தோஷப்பட்டா. டே ஜெய், உனக்கெல்லாம் கல்யாணம் சரிப்பட்டு வராதுடா. சார் என்ன இது? நீ மேரேஜ் மெட்டீரியல் கிடையாதுடா தம்பி. டே ஜெய், நீ என்னோட பெஸ்ட் ஏஜென்ட். அதான், அது மட்டும்தான். ஹஸ்பண்ட் என்ன வேலை பார்க்குறாருன்னு பொண்டாட்டி கேட்டா போய் தான் சொல்லணும். கள்ளம் பறையணும் எப்பொழுதுமே. அதுதான் நீ வாங்க போற தலைவிதி. യെസ് ഡാഡ്, ശരിക്കും ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് ഞാൻ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു വലിയ ജോലി, ഒരുപാട് ആംബിഷൻസ്, അങ്ങനെയുള്ള ഒരാളെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ടിപ്പോ എവിടെ? ഡാഡ്, ജയ് വരും, എനിക്ക് ഉറപ്പുണ്ട്. யோ கார்கி, சீக்கிரமா போனா உன்னோட கல்யாணத்துக்கு கரெக்ட் டைம்ல ரீச் பண்ணலாம். ഓക്കെ സാർ. See you guys. ഇനി നീ എത്ര തീർത്ത് പറഞ്ഞാലും ഡാഡിക്ക് അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല മോളൂ. ക്ഷണിച്ചു വരുത്തിയ ആൾക്കാർ എന്നെ നോക്കി പരിഹസിക്കുമ്പോൾ അവരെന്താണ് പറയേണ്ടതെന്ന് ഡാഡിക്ക് അറിയില്ല. ഇങ്ങനൊരു അപമാനം ഡാഡിക്ക് വാങ്ങിയിട്ടൊന്നല്ലോ മോള്. ഇനിയിപ്പോൾ എല്ലാവരോടും ചെന്ന് പറഞ്ഞേക്കാം, എൻ്റെ മോള് കണ്ടുപിടിച്ച് ചെറുക്കം മുങ്ങി, വിവാഹം ക്യാൻസൽ. ഡാഡ്, സോറി ഡാഡ്. ഞാൻ ഉണ്ടാക്കിയ മാനക്കേടിന് ഞാൻ തന്നെ എല്ലാവരോടും മാപ്പി വെച്ചേക്കാം. Sorry, marriage. This way, sir. Thank you. ജയ്, Hey, hi. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയോ? ആക്ച്വലി come with me. Come here. Where the hell were you? സോറി, അത് പിന്നെ What? അതൊരു നീണ്ട കഥയാണ്. Enough. എന്താ നടന്നതെന്നൊന്ന് പറഞ്ഞേ. ഇത് നമ്മുടെ കല്യാണം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് കണ്ണടയ്ക്കാൻ പറ്റിയില്ല ഇന്നലെ രാത്രി. ഓ റിയലി? Really? അത് ശരി. എന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു, ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്തില്ലല്ലോ ഈ ഒരു പോളെ കണ്ണടക്കാത്ത ആള്. Really? യെസ്. പറയാം. ഹായ് അങ്കിൾ. ഒരു പക്ഷേ എൻ്റെ ഫോണ് ഞാൻ സൈലന്റ് മോഡിൽ ഇട്ടിട്ടുണ്ടാവും. Shut your mouth. Yes. At least don't lie on your wedding day. Yes. നിന്നെ ഡാഡ്, ഇനി ഇവനെ തന്നെ വേണോ നിനക്ക് കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ? ഡാഡ്, I don't believe a word what he said. But I really love him, Dad. Really? സത്യം? ഓക്കെ. ശരിക്കും നടന്നത് എന്താണെന്നറിയോ? What? ഇന്നലെ രാത്രിയിൽ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കാണുന്നു.
ആ സ്വപ്നത്തില് നമ്മൾ ആദ്യം കണ്ട നിമിഷം ഓർമ്മയില്ലേ നിനക്ക്?